ഏറ്റവും കൂടുതൽ പോസിറ്റീവ് വർക്ക് കൾച്ചർ കൊണ്ടുവരുന്നതാണ് ജപ്പാൻ. ജപ്പാനിൽ ഒരു 5 ടെക്നിക്കുണ്ട്. അതിൽ 2 എണ്ണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ലതാണ്. അതിൽ ഒന്നാമത്തെ ടെക്നിക്ക് നിങ്ങൾക്കെല്ലാം അറിയാം. അതിൻ്റെ പേരിൽ ഒരു ബുക്ക് വരെ ഇറങ്ങിയിട്ടുണ്ട്, ഇക്കിഗായി എന്ന് പറഞ്ഞു. കേട്ടിട്ടുണ്ടോ അങ്ങനെ വാക്ക്? ഇക്കിഗായി. രാവിലെ എണീക്കുമ്പോൾ നമുക്ക് എണീക്കണമെന്ന് തോന്നണം. അതാണ് അതിൻ്റെ സിമ്പിൾ ഇക്കിഗായി. മനസ്സിലായില്ലേ? ഈ ഇക്കിഗായി പറയുന്നത് ഇത്രയേ ഉള്ളൂ, ജീവിതത്തിലൊരു പർപ്പസ് വേണം എന്നാണ്. എവറി വൺ ഷുഡ് ഹാവ് എ പർപ്പസ് ഇൻ ലൈഫ്. അത് ലിവറോയിലായിരിക്കുമ്പോൾ ലിവറോയ്ക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണം. പക്ഷേ ആസ് എ വ്യക്തി യു ഷുഡ് ഹാവ് എ പർപ്പസ് ഇൻ മൈൻഡ്. സ്മോൾ ബട്ട് കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റ്. നിങ്ങൾ രാവിലെ ഓഫീസിൽ പോയിട്ട് വൈകിട്ട് ഇറങ്ങുമ്പോൾ ഒരു ചെറിയ ഇമ്പ്രൂവ്മെൻറ്റ് ഒരു കാര്യത്തിൽ ചെയ്യാൻ പറ്റി എന്നുള്ളതിൽ സന്തോഷിക്കണം. ഒരു പോസിറ്റീവ് കാര്യം. ചിലപ്പോൾ ഇത്രയും കാലം മിണ്ടാതിരുന്ന ഒരാളോട്ട് മിണ്ടിയതായിരിക്കാം, ചിലപ്പോൾ ഒരു കാര്യം സപ്പോർട്ട് ചെയ്തായിരിക്കാം, കുറേ കാലമായിട്ട് ബോട്ടിലൊക്കെ ഇരുന്ന ഒരു കാര്യം സോൾവ് ചെയ്തതായിരിക്കാം. എന്തോ ആയിക്കോട്ടെ, ഒരു ചെറിയ കാര്യത്തിൽ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്തു എന്നുള്ള സന്തോഷം കണ്ടെത്തണം. അതാണ് രണ്ടാമത്തെ കൈസൻ എന്ന് പറയുന്നത്. ഒന്നാമത്തെ ഇക്കിഗായി, രണ്ടാമത്തേത് കൈസൻ. മൂന്നാമത്തേതാണ് പോമോഡോറോ. കേട്ടിട്ടുണ്ടോ? POMODORO. എന്താ പോമോഡോറോ എന്ന് പറഞ്ഞാൽ? നിങ്ങൾ കൂടുതലും ഇരുന്ന് ജോലി ചെയ്യുന്നവരല്ലേ? എത്ര നേരം ഇരിക്കും? എത്ര നേരം ഒറ്റ ഇരിപ്പിൽ കസേരയിൽ? ഇപ്പം തന്നെ 1 മണിക്കൂറാകുമ്പോൾ 25 മിനിറ്റ് നിങ്ങൾ കസേരയിലിരുന്ന് വർക്ക് ചെയ്യാവൂ. ആ 25 മിനിറ്റ് ആക്സിലറേറ്റ് ചെയ്ത് ഉൾക്കൊണ്ട് വർക്ക് ചെയ്യണം. ഡിസ്ട്രാക്ഷൻസ് ഇല്ലാതെ വർക്ക് ചെയ്യണം. എന്നിട്ട് 5-10 മിനിറ്റ് നടക്കുകയോ ബ്രേക്ക് ചെയ്യുകയോ ചെയ്യണം. എന്നിട്ട് തിരിച്ചു വന്നിരിക്കണം. യുവർ പ്രൊഡക്ടിവിറ്റി വിൽ ബി മോർ. നമ്മുടെ കയ്യിൽ ഫുഡുണ്ട്. 80% നമുക്ക് വയറ് നിറഞ്ഞു തോന്നുമ്പോൾ അങ്ങ് നിർത്തിയേക്കണം. എപ്പോഴും 20% വയറ് ഫ്രീ ആക്കി ഇടണം. ദാറ്റ് വിൽ ഗീവ് യു എനർജി ടു ഡു മോർ. മനസ്സിലായി? പലപ്പോഴും നമ്മൾ ആഹാരം കഴിക്കുന്നത് എങ്ങനെ? കറി ബാക്കി വന്നത് അവനെ ശലം ചോറും കൂടെ ഇട്ടേക്കാം. അതല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവസാനം കഴിച്ച് അവസാനം കൊളസ്ട്രോൾ 400 ആവും, നമ്മൾ പോലും അറിയാതെ. ശരിയല്ലേ? നമ്മുടെ ഓഫീസിൽ നമ്മുടെ ഒരു ടേബിളുണ്ട്. ടേബിളിൽ കുറേ സ്പേസ് കിടക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആവശ്യമില്ലാത്ത പേപ്പറുകൾ എല്ലാം കൂടെ അവിടെ കൊണ്ട് വയ്ക്കും. എന്നിട്ട് ഡിസിഷൻ എടുക്കാൻ ഒരു പേപ്പർ തിരഞ്ഞ് 2 മണിക്കൂർ നിങ്ങൾ കളയും. സോ ഓൾവേസ് മേക്ക് 20% ഫ്രീ. നിങ്ങളുടെ മൈൻഡിലാണെങ്കിലും നിങ്ങളുടെ വയറിലാണെങ്കിലും നിങ്ങളുടെ ജോലി സ്ഥലത്താണെങ്കിലും ഒരു 20% എം ഡി ആക്കി ഇട്ടേക്കുക. ദാറ്റ് ഈസ് ദ 4th വൺ. ഹരഹാച്ചി, WABI SABI, വാബി സാബി. ദാറ്റ് ഈസ് അനദർ ജപ്പാനീസ് കോൺസെപ്റ്റ്. ഇതിന് ഓൾറെഡി ഞാൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു. എന്താണെന്നറിയാം? എന്താണ്? ഇറ്റ് ഈസ് എബിലിറ്റി ടു അക്സെപ്റ്റ് മിസ്റ്റേക്സ്. പലപ്പോഴും മിസ്റ്റേക്സ് അക്സെപ്റ്റ് ചെയ്യാൻ മടിച്ച് അത് ഉള്ളിൽ ടെൻഷനാക്കി സ്ട്രെസ്സ് കൊണ്ട് നടന്ന് ജീവിതം കളയരുത്. പറയാനുള്ളത് പറയണം, അക്സെപ്റ്റ് ചെയ്യാനുള്ളത് അക്സെപ്റ്റ് ചെയ്യണം. ദ ചാൻസസ് ഓഫ് റിപ്പീറ്റിംഗ് ഇറ്റ് ഈസ് വെരി വെരി ലെസ്. ഈ 5 ടെക്നിക്ക് നമ്മൾ ഓർക്കണം. മനസ്സിലല്ലേ?